ഓക്കെ, നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ, നരല്ല ലാലേട്ടനെ നമ്മൾ കണ്ടു, ആസ്വദിച്ചു കഴിഞ്ഞു. എന്നാൽ ലാലേട്ടൻ മീശ എടുത്തുകൊണ്ടുവന്ന ആദ്യ സിനിമ ഏതാണെന്ന് അറിയുമായിരിക്കെങ്കിലും? ആദ്യ സിനിമ പഞ്ചാഗ്നി. അത് കഴിഞ്ഞു ഈ അടുത്ത് ലാലേട്ടൻ മീശ എടുത്തുകൊണ്ട് ഒരു സിനിമയായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിരുന്നു. ഏതായിരുന്നു? ഒടിയൻ. ഒടിയൻ എന്ന ആ സിനിമയിലെ ലാലേട്ടന്റെ കഥാപാത്രത്തിന്റെ പേര് മാണിക്യോ. യെസ്, ആരാ പറഞ്ഞത്? അത് കൈവെക്കിക്കേ, ഒരു കൈ എഴുതേ. മാണിക്യം. ഓക്കെ, വേദിയില് ഒടിയല്ലേ മാണിക്യം. പഴങ്കഥകൾ എന്നും ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. അതുപോലെ ഒരു പഴങ്കഥയിലെ നായകനാണ് ഒടിയൻ. നമ്മുടെ മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം. പത്മശ്രീ ഭരത് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ പ്രേക്ഷകരിൽ ഒടിയനായി മാറി. കാലമേ നന്ദി. കഴിഞ്ഞുപോയ ഒരുപാട് വർഷങ്ങളെ ഇങ്ങനെ തോൽപ്പിക്കാൻ സാധിച്ചത്. എന്റെയും തേങ്കുറിശ്ശിയുടെയും സംഭവ ബഹുലമായ കാലഘട്ടത്തിൽ എന്നെ വീണ്ടും എത്തിച്ചതിന് ഈ മാണിക്യൻ, ഒടിയൻ മാണിക്യൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനിയാണ് കളി. അപ്പൊ തുടങ്ങാമല്ലേ? എന്റെ എത്ര കളി കണ്ടിട്ടുള്ളതാണ് നീ. എന്റെ ഒടുക്കത്തെ കളി കൂടി നീ ഒന്ന് കാണുക. മലവാഴത്തോപ്പും കേറി അലനെല്ലൂർ മലയെ കൊണ്ടുപോവാൻ പൊന്നേ വന്നോളാം വന്നോളാം നീ ചായും കൂട്ടിൽ വന്നോളാം നിന്നോളാം നിന്നോളാം നിന്മാറിൽ ചാരി പുല്ലാനിക്കാടും കാണാൻ വെള്ളാമ്പൽ പൂവുന്നുള്ള തിരോട്ടം കാണാൻ വന്നോളാം പെണ്ണേ കൊണ്ടോരാം കൊണ്ടോരാം കൈതോലപ്പായ കൊണ്ടോരാം നിന്നോളാം നിന്നോളാം നിന്മാറിൽ ചാരി നിന്നോളാം. താങ്ക് യു JP ആൻഡ് ജ്യോതിഷ് മട്ടന്നൂർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ആദരിക്കൽ ചടങ്ങ് തുടരുകയാണ്. വയനാടിന്റെ അതിജീവനത്തിന്റെ പാതയിൽ എത്തിക്കാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച നമ്മുടെ പ്രിയപ്പെട്ട രക്ഷാപ്രവർത്തകർ. അഗെയിൻ ദ ഓണറിംഗ് സെറിമണി ടു ദ കാലിക്കറ്റ് ഡിസ്ട്രിക്ട് മെമ്പേഴ്സ്. ആദരവ് നൽകുവാൻ വേണ്ടി
വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഫസ്റ്റ് BDG ലയൺ രവി ഗുപ്ത സാറിനെ ഏറെ ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി ആദരവ് ഏറ്റുവാങ്ങുവാൻ വേണ്ടി വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഡിസ്ട്രിക്ട് സെക്രട്ടറി കാലിക്കറ്റ് ലയൺ കൃഷ്ണനുണ്ണി രാജ PK PMJF സാറിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിന് പൊന്നാട അണിയിച്ച് ആദരിക്കുവാൻ വേണ്ടി ACS ഡോക്ടർ ശശിധരൻ സാറിനെയും വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. Yes, you are witnessing handovering the memento by BDG Lion Ravi Gupta sir to the District Secretary Calicut Lion Krishnanunni Raja PK PMJF sir. പൊന്നാട അണിയിച്ച് ആദരിക്കുന്നത് ACS ഡോക്ടർ ശശിധരൻ സാറാണ്. നല്ലൊരു കൈയടിയോടുകൂടെ തന്നെ നമുക്ക് ഈ ആദരിക്കൽ ചടങ്ങ് സാക്ഷ്യം വഹിക്കാം. സർ, അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുവാൻ വേണ്ടി ഡിസ്ട്രിക്ട് സെക്രട്ടറി ഓറിയന്റേഷൻ ലയൺ PS സൂരജ് MJF സാറിനെ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പൊന്നാട അണിയിച്ച് ആദരിക്കുവാൻ വേണ്ടി ACS ഡോക്ടർ പ്രസാദ് സാറിനെയും വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. Yes, we hand over the memento to the District Secretary Orientation, Lion PS Suraj MJF sir. Yes, പൊന്നാട അണിയിച്ച് ആദരിക്കുന്നത് ACS ഡോക്ടർ പ്രസാദ് സർ. യെസ്, നല്ലൊരു കൈയടി. താങ്ക് യു സോ മച്ച്. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുവാൻ വേണ്ടി മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചെയർപേഴ്സൺ കാലിക്കറ്റ് ആൻഡ് വയനാട് ലയൺ G സുധാകരൻ PMJF സാറിനെയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. പൊന്നാട അണിയിച്ച് ആദരിക്കുവാൻ വേണ്ടി ACS TU ബാബു സാറിനെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. We hand over the memento to the marketing and communication chairperson of Calicut and Wayanad Lion G സുധാകരൻ PMJF sir. പൊന്നാട അണിയിച്ച് ആദരിക്കുന്നത് ACS Lion TU ബാബു sir. Yes, everybody give a big round of applause. താങ്ക് യു സോ മച്ച്. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുവാൻ വേണ്ടി ചീഫ് അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ PM ഷാനവാസ് MJF സാറിനെ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പൊന്നാട അണിയിച്ച് ആദരിക്കുവാൻ വേണ്ടി ACS ലയൺ സജു സാറിനെ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. Yes, let's hand over the memento to the chief additional cabinet secretary Lion PM ഷാനവാസ് MJF sir. പൊന്നാട അണിയിച്ച് ആദരിക്കുവാൻ വേണ്ടി ACS ലയൺ സജു സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. യെസ്, താങ്ക് യു. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുവാൻ വേണ്ടി അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ സുഭാഷ് നായർ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പൊന്നാട അണിയിച്ച് ആദരിക്കുവാൻ വേണ്ടി ലയൺ ഷാന്റി ഫിലിപ്പ് സാറിനെയും വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. Yes, we hand over the memento to the additional cabinet secretary Lion സുഭാഷ് നായർ സർ. പൊന്നാട അണിയിച്ച് ആദരിക്കുന്നത് ലഫ്റ്റനന്റ് ഷാന്റി ഫിലിപ്പ് സാറാണ്. താങ്ക് യു സോ മച്ച്. അടുത്തതായി മെമ്മന്റോ ഏറ്റുവാങ്ങുവാൻ വേണ്ടി അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ ബിജിത് കുളങ്ങരത്ത് സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Once again, to hand over the memento, let me welcome our first BDG Lion Ravi Gupta sir once again. Yes, to receive the memento, I invite additional cabinet secretary Lion Bijit Kulangarath sir. പൊന്നാട അണിയിച്ച് ആദരിക്കുവാൻ വേണ്ടി ACS ലയൺ ഷാജി സാറിനെ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. യെസ്, ലയൺ ബിജിത് കുളങ്ങരത്ത് സാറിന് പൊന്നാട അണിയിച്ച് ആദരിക്കുന്നത് ACS ലയൺ ഷാജി സാറാണ്. നല്ലൊരു കൈയടിയോടുകൂടെ തന്നെ നമുക്ക് ഈ ആദരവ് സാക്ഷ്യം വഹിക്കാം. യെസ്, താങ്ക് യു സോ മച്ച്. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുവാൻ വേണ്ടി ജോയിന്റ് ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ സന്ദീപ് V MJF സാറിനെ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്.
പൊന്നാട അണിയിച്ച് ആദരിക്കുവാൻ വേണ്ടി ACS ലയൺ അനി ബാബു സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Yes, we hand over the memento to the Joint Cabinet Secretary Lion Sandeep V. MJF sir. പൊന്നാട അണിയിച്ച് ആദരിക്കുവാൻ വേണ്ടി ACS ലയൺ അനി ബാബു സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ACS ലയൺ അനി ബാബു സർ പൊന്നാട അണിയിച്ച് ആദരിക്കുന്ന ചടങ്ങാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അടുത്തതായി അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ ജാസിർ ചെങ്ങല MJF സാറിനെ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പൊന്നാട അണിയിച്ച് ആദരിക്കുവാൻ വേണ്ടി ACS ഡോക്ടർ വിനോദ് ബാബു സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Yes, we hand over the memento to the additional cabinet secretary Lion Jasir Chengala MJF. പൊന്നാട അണിയിച്ച് ആദരിക്കുവാൻ വേണ്ടി ACS ഡോക്ടർ വിനോദ് ബാബു സാറിനെയും വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി മെമെന്റോ ഏറ്റുവാങ്ങുവാൻ വേണ്ടി റീജിയൻ ചെയർപേഴ്സൺ ലയൺ പ്രണബ് സി MGF സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പൊന്നാട അണിയിക്കുവാൻ വേണ്ടി ACS ലയൺ ബെന്നി സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Yes, we gladly hand over the memento to the region chairperson Lion Pranab C MJF sir. പൊന്നാട അണിയിച്ച് ആദരിക്കുന്നത് ACS ലയൺ ബെന്നി സാറാണ്. താങ്ക് യു സോ മച്ച്. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുവാൻ വേണ്ടി വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സോൺ ചെയർപേഴ്സൺ ലയൺ നിസാം പള്ളിയൽ MJF. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പൊന്നാട അണിയിച്ച് ആദരിക്കുവാൻ വേണ്ടി ACS മത്തായി സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പൊന്നാട അണിയിച്ച് ആദരിക്കുവാൻ വേണ്ടി ACS ലയൺ മത്തായി സാറിനെ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. Yes, we hand over the memento to the zone chairperson Lion നിസാം പള്ളിയൽ MJF. പൊന്നാട അണിയിച്ച് ആദരിക്കുന്നത് ACS ലയൺ മത്തായി സാറാണ്. നല്ലൊരു കയ്യടി. യെസ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇൻ ദ സെഷൻ. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുവാൻ വേണ്ടി വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു തേർഡ് വൈസ് പ്രസിഡന്റ് ഓഫ് സിൽവർ ഹിൽസ് ക്ലബ് ലയൺ കുമാരേശൻ സാർ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പൊന്നാട അണിയിച്ച് ആദരിക്കുവാൻ വേണ്ടി ACS ലയൺ സെബാസ്റ്റ്യൻ വട്ടാലിൽ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Yes, we hand over the memento to the third vice president of Silver Hills Club Lion Kumareshan sir. അദ്ദേഹത്തിന് പൊന്നാട അണിയിച്ച് ആദരിക്കുന്നത് ACS ലയൺ സെബാസ്റ്റ്യൻ സാറാണ്. Yes, we express our wholehearted thanks to everyone who gathered here. അടുത്തതായി നമുക്ക് ഒരു അടിപൊളി പാട്ടായാലോ? റെഡിയാണോ? അപ്പോ റെഡിയാണെങ്കിൽ നല്ലൊരു കൈയ്യടി തന്നേ. ഓക്കെ, അപ്പൊ എല്ലാവരും ആവേശത്തിലാണല്ലേ? അപ്പൊ ആവേശത്തിലൊരു പാട്ട് തന്നെ ആയാലോ? യെസ്, നമ്മുടെ ഫഹദ് ഫാസിൽ തകർത്തഭിനയിച്ച ആവേശം എന്ന ചിത്രത്തിലെ ഇല്ലുമിനാട്ടി എന്ന് തുടങ്ങുന്ന ഗാനത്തിന് ശബ്ദം പകരുവാൻ നമ്മുടെ fantabulous singers are ready for you. Rojesh Vadagara, Nijesh Pudupanam and of course Sona Perambra. നല്ലൊരു കൈയ്യടി തന്നേ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഓക്കെ, അപ്പൊ അടിപൊളി പാട്ട് ഇഷ്ടമല്ലേ? സപ്പോർട്ട് ചെയ്യും എല്ലാവരും. ഓക്കെ, മക്കളൊക്കെ ഡാൻസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ കൂടെ ഡാൻസ് ചെയ്യാം. സ്റ്റേജിലേക്ക് വരെ താല്പര്യമുള്ളവർക്ക് വരാം. മക്കൾ റെഡിയാണോ? വരൂ. ഓക്കെ, എന്തായാലും തുടങ്ങാം. താങ്ക് യു. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ ഇന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തു വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കുമ്പിട്ട് നില്ലേ ഇരുട്ടിൽ ചുറ്റി വാഴും രാജാവുക്ക് എല്ലാരും சொல்லு ഇവനെ തൊടുവാനായി എന്നും ജനത്തിരക്ക് കാലം നടത്തു വെച്ചാൽ സ്വർഗം പോലും കണ്ടത് വേണ്ടേ ഇല്ലുമിനാട്ടി അണ്ണൻ
തനിനാടൻ കൊലമല്ലോ മിനാറ്റി ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ണൻ തനിനാടൻ കൊലമല്ലോ മിനാറ്റി മക്കളെ നല്ലൊരു കൈ പേന കത്തിക്കൊണ്ട് വിദ്യാരംഭം കുത്തി ഹരിസി തോക്കി കാഞ്ചി വലി ശീലം പണ്ടേ മാറാത്ത വാദി നെഞ്ചിൽ പൊട്ടി വച്ച രംഗക്കലി തീരാത്ത വാശി അണ്ണൻ മിശ വച്ചോരാട്ട പുലി ഇടയൻ വന്നൊരുക്കും നിന്നൊരുക്കും പണ്ടേ അവത്ത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കും സോഡാ സർബത്ത് ഒടിയിൽ മറയാനും കരുത്ത് ഇവനെ പടച്ചു വിട്ട കടവുളുക്കും 10 ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ണൻ തനിനാടൻ കൊലവല്ലോ മിനാറ്റി ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ണൻ തനിനാടൻ കൊലവല്ലോ മിനാറ്റി ഉലകിതിലാരോടും തോൽക്കാവീരൻ കരളിതിൽ അമ്മയ്ക്കായി തേങ്ങും പൈതൽ മടിയിൽ പാലോട്ടും സ്നേഹം നീയേ മറഞ്ഞ താരാട്ടാതെന്തേ കരയാൻ കണ്ണീരില്ല കണ്ണീരപ്പാരും പോരട്ടെ എരിയും മൂന്നാം കണ്ണിൽ കോപം കൊണ്ടേ സംഹാരമൂർത്തി മരണം പടിവാതിൽ കടന്നിടാൻ മടിക്കും ബോംബെ നഗരമതിൽ വരുന്ന ദിനം സ്വപ്നം കാണും താനാനനാനാ താനാനനാനാ താനാനന താനാനനാനാനാനാ താനാനനാനാ താനാനനാനാ താങ്ക് യു. ഇവിടെ നിങ്ങൾ കൈയടി കൊടുക്കണം നമ്മുടെ കുട്ടിപ്പാട്ടാളത്തിനാണ്. നല്ലൊരു കൈയടി കൊടുക്കണം നമ്മുടെ മക്കൾസിന് എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് ഒരു ചിരിയുടെ ലോകത്തേക്ക് കടന്നു പോവാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രിയപ്പെട്ടവരെല്ലാം നമുക്ക് വേണ്ടിയിട്ട് ഇനി ഒരു വേദിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം ആദരവുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ അവരൊക്കെ സന്നദ്ധ പ്രവർത്തന മേഖലയിൽ, അതായത് ചുരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലും നടന്ന ആ ഒരു ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാഴ്ച വളരെ അവരുടെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആ ഒരു വേദനയുള്ള മനസ്സോട് കൂടിയിട്ട് അവിടെ ചെന്നുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഭാഗത്ത് അവരുടെ സജീവ സാന്നിധ്യം, അതുപോലെ തന്നെ ജനറേറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സിസ്റ്റം അവിടെ എത്തിക്കല്, അതുപോലെ തന്നെ ബോഡി ക്ലീൻ ചെയ്തിട്ട് നേരെ ആംബുലൻസിലേക്ക് കയറ്റി കൊടുക്കുക, ഇതൊക്കെ ചെയ്ത പ്രിയപ്പെട്ട ലയൺസ് ക്ലബിന്റെ ടീംസിനെയാണ് നമ്മൾ ഇന്നൊരു വേദിയിൽ ആദരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് പ്രിയപ്പെട്ടവരെ ആദരിക്കാൻ ഈ ഒരു വേദിയിൽ സമയമുണ്ട്. ഇനി വേദിയിലെത്തുന്നത് ചിരിയുടെ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വീകരണ മുറിയിൽ ഏതൊരു സമയത്തും ഒരുപാട് നല്ല കോമഡികളായിട്ട് എത്തുന്ന ജോബി പാലയും ടീമും നമ്മോടൊപ്പം ഈ ഒരു സദസ്സിൽ പങ്കുചേരുന്നുണ്ട്. നല്ലൊരു കൈ നൽകിക്കൊണ്ട് മാഷേ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. കോമഡി സ്കിറ്റിന് മുമ്പ് ഞങ്ങളൊരു സമ്മാനം തന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ലയൺസ് ക്ലബിന്റെ ഭാരവാഹികൾ. ആ സമ്മാനം ഈ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് കൊടുത്തോളാൻ പറഞ്ഞു. അപ്പം ആ സമ്മാനം ഒന്ന് കൊടുത്തതിന് ശേഷം അപ്പോൾ ബഹുമാനപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ, സാന്റോ ചേട്ടൻ കോർഡിനേറ്ററും എല്ലാവരുടെ കൂടി നമുക്കൊരു സമ്മാനം നൽകിയിട്ടുണ്ട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സമ്മാനമാണ്. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവരായ നിങ്ങളിൽ ഇഷ്ടമുള്ള ഒരാൾക്ക് കൊടുത്തോളാൻ പറഞ്ഞാണ് ഞങ്ങളുടെ ഈ സമ്മാനം ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവരെയും ഇഷ്ടമാണ്, ആരോടും ഇഷ്ടക്കുറവില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പെട്ടെന്ന് ആലോചിച്ചിട്ട് ഞങ്ങളൊരു തീരുമാനമെടുത്തു. മറ്റൊന്നുമല്ല, ഞങ്ങളൊരു ചോദ്യം ചോദിക്കും. ഈ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം പറഞ്ഞ ഒരാൾക്ക് വേദിയിൽ വരാം, സമ്മാനം മേടിക്കാം. ഓക്കെ? പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഒരു കുസൃതി ചോദ്യമായിരിക്കും. ഒത്തിരി ഒന്നും തലപുകഞ്ഞൊന്നും ആലോചിച്ചേക്കരുത്. പെട്ടെന്ന് ഉത്തരം പറയണം. ഉത്തരം വിളിച്ച് പറയരുത്. എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമായിരിക്കും. അതുകൊണ്ട് ഒന്ന് കൈപൊക്കി കാണിച്ചാൽ മതി. വേദിയിലേക്ക് വരാൻ സമ്മാനം മേടിക്കാം. ഓക്കെ? ചോദ്യം ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. ഉത്തരം പറയാൻ തയ്യാറാണെങ്കിൽ എനിക്കൊരു നല്ല കൈഡി കൊടുത്താൽ, ഒരു പവർഫുൾ കൈഡി ഒന്നുകൂടെ ശക്തമായിട്ട് അടിച്ചേ. ഓക്കെ? ചോദ്യം ഇതാണ്:
ഒരു സ്ത്രീയുടെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ ചില മുൻ മന്ത്രിമാരും MLA-മാരും ഒക്കെ ഒരു നിമിഷം ഒന്ന് ഞെട്ടുന്നു. കൈപൊക്കി കാണിക്കാവളെ, എല്ലാവർക്കും അറിയാം. ഓക്കെ, ചേച്ചി കൈപൊക്കി കാണിച്ചിട്ടുണ്ട്, ചേട്ടന്മാരെല്ലാം കൈപൊക്കി കാണിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഈ അമ്മച്ചിയോട് അതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞിട്ട്, കാരണം അമ്മച്ചി വരുന്നു. അമ്മച്ചിയോട് ഒന്ന് പറഞ്ഞിട്ട്. എന്റെ പൊന്നു മോനെ, ഞങ്ങൾ ഈ കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഉള്ള ആൾക്കാരാ. ഈ സുൽത്താൻ ബത്തേരിക്കാർ മാത്രമല്ല ഇവിടെ നിൽക്കുന്നേ, അല്ലേ? എല്ലാവർക്കും അറിയാം ചോദ്യത്തിന്റെ ഉത്തരം, ഇല്ലേ? ഉണ്ടോ ഇല്ലയോ ഒന്ന് പറഞ്ഞേ, അറിയാമേലേ? അയ്യോ, ഇതാരായിരിക്കുന്നു? എന്റെ ദൈവമേ, ഒന്ന് എണീറ്റേ മനുഷ്യ, ഒന്ന് എണീറ്റേ. അയ്യോ, അങ്ങോട്ടൊന്ന് തിരിഞ്ഞേ. ഓക്കെ, ഇതാരാന്ന് മനസ്സിലായോ? ഇതെന്റെ മുൻ ഭർത്താവ്. 3 മാസം, അതെ, അതവിടെ ഇരുന്നോട്ടെ. 3 മാസക്കാലം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. അത് കഴിഞ്ഞ് ഒരൊറ്റ പോക്കങ്ങ് പോയി. ദൈവമേ, കാണാൻ സാധിച്ച സന്തോഷം. എനിക്ക് ഇവിടം വരെ വരേണ്ടി വന്നല്ലോ. ഇപ്പൊ കുട്ടികളൊക്കെ എത്ര പേരുണ്ട്? എത്രയെണ്ണുണ്ട്? 2. എൻ്റെ കൂടെ വരുമായിരുന്ന 8 എണ്ണത്തിനെ തന്നാന്. ഇവിടെ 2 എണ്ണം വെച്ചുകൊണ്ടിരിക്കുക. എന്തായാലും കാണാൻ സാധിച്ചൊരു സന്തോഷം. മൊബൈൽ നമ്പരോ വീഡിയോ കോൾ ചെയ്തേക്കല്ലേ കേട്ടോ. എന്നാ അവിടെ ഇരുന്നു. എന്തായാലും ഈ അപ്പച്ചന്റെ കഷണ്ടി തലയ്ക്ക് ഒരു ഉമ്മ കൊടുക്കട്ടെ. ഇദ്ദേഹത്തിന്റെ തലയെ കൊതുക് കുത്തത്തില്ല. കൊതുക് കുത്താനാട്ടിങ്ങ് വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ കൊതുക് തെറ്റിയടിച്ച ഒരൊറ്റ വീഴ്ചയാ. പക്ഷെ യഥാർത്ഥ പുരുഷ ലക്ഷണം എന്ന് പറഞ്ഞാൽ കഷണ്ടി തലയാ കേട്ടോ. അല്ലേ? അങ്ങനെ ഇപ്പോൾ എനർജറ്റിക് ആയിട്ടല്ലേ ഇരിക്കുന്നേ. ഇത് ഭാര്യയും ഭർത്താവും ആണോ? ആണോ? അല്ലേ? നീ പിന്നെ എന്നത്തിന് ഇതിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്? എന്നാലും ഒരു സ്ത്രീ സാന്നിധ്യം വേണം, അല്ലേ? അതൊന്നും കുഴപ്പമില്ലടാ, ജീവിതം അങ്ങനെയാ. ദൈവം അങ്ങനെയാ സൃഷ്ടിച്ചേക്കുന്നത്. ആണിന് പെണ്ണ് വേണം. എന്നാലും കുറച്ച് നേരത്തേനെങ്കിലും അവളെ നീ വിട്ടിരിക്കാമായിരുന്നു. സത്യം പറഞ്ഞാൽ വീട്ടിൽ ആണുങ്ങൾക്കൊക്കെ നമുക്കൊരു സ്ഥാനം കൊടുക്കണം, അല്ലേ? ഒരു വീടിന്റെ തല എന്ന് പറയുന്നത് ഭർത്താവാണ്, കഴുത്ത് എന്ന് പറയുന്നത് ഭാര്യ. പക്ഷെ ഈ കഴുത്ത് തീരുമാനിക്കും ഈ തല എങ്ങോട്ട് തിരിയണോന്ന്, അല്ലേ? എന്തായാലും ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു. ഒത്തിരി പേര് ചോദ്യത്തിന് ഉത്തരത്തിന് കൈപൊക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ആ സമ്മാനം ഒന്ന് കൊടുത്തോളാം. ആ കൈപൊക്കിയവർ ഒന്ന് കയറി വരുമോ? കൈ ഒത്തിരി അതെ, നീ പുറകിലെ ഒത്തിരി പേരുണ്ട്. ആരും അങ്ങനെ അറച്ചു മടിച്ചൊന്നും ഇരിക്കണ്ട. ഇന്നത്തെ ദിവസം നമുക്ക് സന്തോഷിക്കാനുള്ള ദിവസം. നിങ്ങളെ പോലുള്ള ആൾക്കാർ ചാടിക്കേറ്റി വന്നാലേ അതിന്റെ എനർജി കിട്ടും. ഇനി ആരാ വേറെ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ആൾക്കാർ വന്നേ? ഒന്നും നോക്കണ്ടേ, നമ്മളെ ആൾക്കാരെല്ലാം ധൈര്യമായിട്ട് കയറി വാ. ഇനി ആരാ പുറകിലേക്ക്? വാ മോളെ. അറിയോ? പിന്നെ അറിയാം. എന്നാ ഉണ്ട് കുഞ്ഞെ, സുഖമാണോ നിനക്ക്? ഈ സാരി ഇവിടെ നിർത്ത് അടി, നല്ലതാണല്ലോ. അതെ 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 അതെ. വാ മോളെ, എല്ലാരും നല്ല. ഒന്നും മടിക്കണ്ട, എന്റെ മുൻ ഭർത്താവ് മനോഹരമായ സമ്മാനമാണ് കാത്തിരിക്കുന്നത്. പിന്നെ അല്ലാതെ കിട്ടുവാണ്, എന്റെ ഭർത്താവിന് കിട്ടണം. കുടുംബക്കാരാ എന്നായാലും അല്ലടി കുഞ്ഞെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒറ്റ ജീവിതമുള്ളൂ. ആ ജീവിച്ചിരിക്കുമ്പോൾ സന്തോഷമായിട്ട് ജീവിക്കണം. അല്ലാണ്ട് ചുമ്മാ അവിടെ ഇരുന്നിട്ട് മിണ്ടാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല, അല്ലേ? എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. ചെറിയ ജീവിതത്തിൻ്റെ അകത്ത് നമുക്ക് ഒന്നും നോക്കാനില്ല. എന്നായാലും വിളിച്ചപ്പോൾ കയറി വരാൻ കാണിച്ച മനസ്സുകൾ. ഇതെന്നാ മുണ്ടേപ്പിടുത്തമാണല്ലോ. നിക്കറിട്ടിട്ടില്ലേ? അല്ല, അതൊന്നും കുഴപ്പമില്ല. ആണുങ്ങൾ അങ്ങനെയാടാവേ, അതൊന്നും കുഴപ്പമുള്ള കേസല്ലേ. എപ്പോഴും മുണ്ടേപ്പിടുത്തമാണ്. ഇനി ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മളൊന്ന് പരിചയപ്പെടണ്ടേ? പേരൊന്ന് പറഞ്ഞേ. എൻ്റെ പേര് വേണു. വേണു, ഞാൻ വേണുനാഥെന്നേ വിളിക്കുള്ളൂ. ആ മുഖത്ത് നോക്കി എന്തൊരു ഐശ്വര്യം, ഒരു കലാകാരൻ, അല്ലേ? ആ താടിയും ആ ഭംഗിയൊക്കെ. വേണുക്കുട്ടൻ വന്നു. ഇനി മോളെ പരിചയപ്പെടാം. പേരെന്നടി കുഞ്ഞെ? ബീനാമ. മിടുമിടുക്കി. ഇങ്ങോട്ട് വാ. വാ മോനെ. പേര്? ഷിബു. പേര്? മനോജ്. നീ എളിമപ്പെടണ്ട, ഉഷാറായിട്ട് വിളിക്കണം. നമുക്ക് സമ്മാനം മേടിക്കണം. നിഷാദൻ. പഞ്ഞോം പട്ടിണിയാണല്ലോ ദൈവം തമ്പുരാൻ. എടാ, അതൊന്നും കുഴപ്പമില്ലടാ. നീ ബ്രൂസിലിയാന്ന് എനിക്കറിയാം. ഈ മെലിഞ്ഞിരിക്കുന്നവന്മാരുണ്ടല്ലോ. വേണുക്കുട്ടൻ പോലീസ് സ്റ്റേഷൻ അല്ല, കൈ പുറകെ കെട്ടി നിൽക്കുക. അങ്ങനെ ഉഷാറായിട്ട് നിൽക്കുക. ഒന്നുമില്ലല്ലോ, നീ കുറച്ച് നാളെ എൻ്റെ കൂടെ അല്ലായിരുന്നോ? എല്ലാവരും ഒന്ന് കയറി നിൽക്കുമോ? അപ്പൊ ശരി ഉത്തരം ആരാണ് പറയുന്നത് പെട്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ഒരു സ്ത്രീയുടെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ ചില മുൻ മന്ത്രിമാരും MLA-മാരും ഒക്കെ ഒരു നിമിഷം ഒന്ന് ഞെട്ടുന്നു. പറഞ്ഞു. രാജി.
സരിത. അണ്ടാ. സരിത എന്റെ എന്നാണ് മോനെ, അദ്ദേഹം മാത്രം മിടുമിടുക്കൻ. പറഞ്ഞിരിക്കുന്നത്. അടിപൊളി കൊടുകയ്യ്. ഓക്കെ. മിടുക്കൻ. അപ്പം ഇവരെല്ലാവരും ആ. സരിത എന്ന ഉത്തരം ശരിയാണെങ്കിൽ നല്ല കൈഡിയാ. കൊടുകയ്യടി. സരിതയ്ക്കാ കൈഡി കൂടുതൽ കേട്ടോ. ആ. പക്ഷെ ശരിയായ ഉത്തരം ആ. രാജി എന്ന് തന്നെയായിരുന്നു. അതെയോ? പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ. ബഹുമാനപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ ഒരു സമ്മാനമേ നൽകിയിട്ടുള്ളൂ. ബാക്കി നാല് ദേ, ഇത്രയും പേര് പറഞ്ഞു. രാജി 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 എന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞ കേട്ട് എടാ മോനെ, അത് അവിടെ വന്നവരാരും മോശക്കാരല്ല. ആ. ഇത്രയും ആൾക്കാരുണ്ടായിട്ട് കയറി വരാൻ ധൈര്യം കാണിച്ച ആൾക്കാരാണ് ഈ നിൽക്കുന്നവര്. അപ്പൊ ഒരാൾക്ക് ഇവരാരും ചെറുതായിട്ട് കാണാൻ പറ്റില്ല. ഒരു അതുകൊണ്ട് സമ്മാനം. ഒരു സമ്മാനം ഒരു കാര്യം ചെയ്യാം. ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കണം. ഞാനൊന്ന് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ആ ചോദിക്കണ്ട, എന്തെങ്കിലും എളുപ്പമുള്ള സംഭവം ചോദിച്ചു വിട്. ചോദ്യം വേണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഞാൻ ചോദിച്ചോ. പറയുന്ന വാക്ക് ഇങ്ങോട്ട് കയറുന്നടാ ചക്കരെ. ഞാൻ പറയുന്ന വാക്ക് തെറ്റാതെ 3 പ്രാവശ്യം പറഞ്ഞാൽ സമ്മാനം കിട്ടും. ഓക്കെ. ഇയാൾ തെറ്റിച്ചാണോ? തെറ്റിക്കൊന്നുമില്ല, നീ ഒന്ന് ചുമ്മാ ഇരിടാ. ഞാൻ പറയുന്ന വാക്ക് തെറ്റാതെ 3 പ്രാവശ്യം പറയണം. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിലാണ് കുരളി. നീ ആദ്യം ഈ സാധനം അങ്ങ് മാറ്റ്. ഇത് ആരെ കാണിക്കാൻ ശ്രദ്ധിച്ച് പറഞ്ഞോണം, സ്പീഡിൽ പറഞ്ഞോണം, അല്ലെങ്കിൽ ഒരു സമ്മാനമായിട്ട് പോകും. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. പറഞ്ഞോ. കേരളത്തിന്റെ കരളിന്റെ കുരലാണ്. എടാ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ കല്യാണം കഴിച്ചോ? ഇല്ലേ? അതാ നിന്റെ കുളിര് മാറാത്തെ. ഇങ്ങോട്ട് വാടാ അവിടുന്ന്. ഒന്നാമത് എങ്ങനെയാലും ഇവന് മേടിച്ചു കൊടുക്കണം. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. പറഞ്ഞേ. കേരളത്തിന്റെ കരളിന്റെ കുരലാണ്. 10 പ്രാവശ്യം എംബോസിഷൻ അവിടെ പോയി. ഇങ്ങോട്ട് വാടാ വേണു. നീ പറടാ വേണു. നീ എന്റെ പൊന്നു മോനെ, എന്റെ മാനം നീ കാത്തോണം. അറിയാലോ? ആ പറഞ്ഞു. ഓക്കെ. തെറ്റാതെ പറഞ്ഞോണം. ബാംഗ്ലൂരിലെ ബംഗ്ലാവിൽ ബംഗാളികളുടെ ബ്ലാങ്കറ്റ്. ബാംഗ്ലൂരിലെ ബംഗ്ലാവിൽ ബംഗാളികളുടെ ബ്ലാങ്കറ്റ്. പറഞ്ഞോ. ബാംഗ്ലൂരിലെ ബംഗ്ലാവിൽ ബംഗ്ലാവിൽ ഹെൽമെറ്റോ വേണു? എന്നതാടാ ദൈവമേ, സമ്മാനം മേടിക്കണ്ടേ? ബാംഗ്ലൂരിലെ ബംഗ്ലാവിൽ ബംഗാളികളുടെ ബ്ലാങ്കറ്റ്. പറഞ്ഞോ. ബാംഗ്ലൂരിലെ ബംഗ്ലാവിൽ ബംഗ്ലാവിൽ ഇവിടെ വാടാ. ഇത്രയും നേരം അവിടെ പറഞ്ഞോണം. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. പറഞ്ഞോ. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിലാണ് കുളിര്. അവിടുന്ന് 10-20 പ്രാവശ്യം പൊസിഷൻ. വാടി പീന ഇങ്ങോട്ട്. തെറ്റാതെ പറഞ്ഞോണം. എങ്ങനെയാലും സമ്മാനം മേടിക്കും. പച്ച ചുരിദാർക്ക് തട്ടവിട്ടിരിക്കുന്ന ഒരാളെ കണ്ടില്ലേ? അതുകൊണ്ട് മാത്രം ചോദിക്കാം. നോക്കിയിട്ട് മാത്രം ചോദിക്കുന്നതാണ്. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. തെറ്റാതെ പറഞ്ഞോണം. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു, ചത്ത തത്ത സമ്മാനം. ഇനി മോളെ നിനക്ക് പറ്റുന്നുണ്ടടി കുഞ്ഞു. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. സ്പീഡിൽ 3 പ്രാവശ്യം. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു, 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു, ചത്ത. എന്റെ ദൈവമേ, ഒരു കയ്യടി കൊടുത്തേ എന്റെ ബീനാമയ്ക്ക്. ഇതാണ് വരുന്നു. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. അത് പറഞ്ഞു. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. നീ പറഞ്ഞു പറ്റൂടാ നിനക്ക്. നീ ഇത്ര നേരം വിശ്രമിച്ചതല്ലേ? കേരളത്തിന്റെ കരളിലാണ് കുളിര്. പാവം. അത് പാവം കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടല്ലോ. ഇപ്പൊ എല്ലാരും തന്നെ തെറ്റിച്ചിരിക്കുകയാണ്. ബാംഗ്ലൂരിലെ ബംഗ്ലാവിൽ ബംഗാളികളുടെ ബ്ലാങ്കറ്റ്. ബാംഗ്ലൂരിലെ ബംഗ്ലാവിൽ ബംഗാളികളുടെ ബ്ലാങ്കറ്റ്. ബാംഗ്ലൂരിലെ ബംഗ്ലാവിൽ ബംഗാളികളുടെ ബ്ലാങ്കറ്റ്. ബാംഗ്ലൂരിലെ ബംഗ്ലാവിൽ ബംഗാളികളുടെ ബ്ലാങ്കറ്റ്. മനോഹരമായിട്ട് പുള്ളി പറഞ്ഞോളം. ഇത് എല്ലാവരും കേട്ടല്ലോ, എല്ലാം പറഞ്ഞു കേട്ടല്ലോ. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. 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 ഭയങ്കര ഫാൻസാണല്ലോ. ഒരു രക്ഷയില്ലാത്ത. അത് എന്നാന്നറിയോടാ, ഇതിനൊക്കെ എന്ന് വെച്ചാല് ഭയപ്പെടേണ്ട. അതാണ്. ഭയപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം കയ്യിൽ നിന്ന് പോകും. അതാണ്. പക്ഷെ ഈ വേണുവിന്റെ കയ്യിൽ നിന്ന് പോയത് എന്നെ കണ്ട നിമിഷം തൊട്ടാ. അതുകൊണ്ടാ വേണു കയ്യിൽ നിന്ന്. എനിക്കറിയാം, സാരമില്ല, അത് ഞാൻ സെറ്റ് ചെയ്ത് തരാം. എന്നായാലും ഇവരാരും മോശക്കാരല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ കുഞ്ഞിനെയാ. പാവം. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. പറഞ്ഞു. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിൽ. അത് മതിയടാ, സാരമില്ല, അത് നമുക്ക് ശരിയാക്കാം. എന്നായാലും ഞാൻ പറയുന്നത്, മലബാർ ഗോൾഡ് നൽകുന്ന സമ്മാനം എന്ന് പറഞ്ഞാൽ സ്ത്രീ സാന്നിധ്യമാണ് ഇവിടെ. ഒരാളേ ഉള്ളൂ. വേണുവേ കുഞ്ഞെ, ഈ കൊച്ചിന് കൊടുക്കുന്ന ഈ വിഷമം ഉണ്ടോടാവേ? ഇല്ലല്ലോ. ബീനാമോക്ക് കൊടുക്കാം. ഇങ്ങോട്ട് വാ മോളെ. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ നൽകുന്ന സമ്മാനമാണ്. ലയൺസ് ക്ലബിന് എത്രമാത്രം നന്ദി പറഞ്ഞാലും മനസ്സിലാവില്ല, മതിയാവില്ല. ലയൺസ് ക്ലബ് നൽകുന്ന മലബാർ ഗോൾഡിന്റെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റാണ് സമ്മാനം ആലോചിച്ചിരിക്കുന്നത്. മേടിച്ച മോളെ, ഒട്ടും നഷ്ടമില്ല. ഇല്ല, 100 ഗ്രാം കൂടുതലും ഉണ്ട്. പിന്നെ ഒന്നും വിഷമിക്കണ്ട. ഉണ്ട്. ഇടി പെണ്ണേ, സമ്മാനം എന്ന് പറഞ്ഞാൽ നിസ്സാരമാണോ? അത് വിലയുള്ളതല്ലേ. ഇവിടെ ഇത്രയും പേർക്ക് വേറെ കിട്ടിയപ്പോൾ നിനക്കല്ലേ ഇത് കിട്ടിയത്? അതാ പറഞ്ഞത്. പൊട്ടിച്ചോരന്ന് കഴിക്കാടി കുഞ്ഞെ. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ. വരാൻ കാണിച്ച മനസ്സിന് നന്ദി. മോനെ, ഒത്തിരി നന്ദി കേട്ടോ. അതെ. ആ വേണുക്കുട്ട പൊന്നു മോനെ, നിന്നെ കാണാൻ ഞാളെ. പിന്നെയും തുടങ്ങി മുണ്ടയപ്പെടുത്തം. വീട് ഇവിടെ അടുത്താണോ?
അല്ലേ കണ്ണൂർ അല്ലേ പോയി ഇട്ടുകൊണ്ട് വരായിരുന്നു. അല്ല സാരമില്ല. എന്നാലും വേണുമോനെ എന്നെ കണ്ടിട്ടേ പോകാവുള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. അങ്ങനെയാണോ ജീവിതത്തിൽ? അങ്ങനെ നമ്മൾ ചില സാഹചര്യങ്ങൾ പലരെയും പല സ്ഥലത്ത് വെച്ച് കാണാനുണ്ട്. ചില വർത്തമാനം തീർന്നില്ല. ഒരു കാര്യം ചെയ്യാം, നമ്മളെല്ലാവരെയും പരിചയപ്പെട്ടു, പ്രിയപ്പെട്ട ചേട്ടന്മാരെയും ചേച്ചിമാരെയും ബിന്ദു ചേച്ചിയും എല്ലാം പരിചയപ്പെട്ടു. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അമ്മച്ചിയെ വിശദമായിട്ടങ്ങ് പരിചയപ്പെട്ടേക്കാം അല്ലേ? അമ്മച്ചിയുടെ പേരെന്താ? എന്റെ പേര് കുട്ടിയമ്മ. നല്ല മനോഹരമായ പേരാ കുട്ടിയമ്മ. അമ്മച്ചി എവിടെ ജനിച്ചത്? ഞാൻ കോട്ടയത്താ ജനിച്ചത്. കോട്ടയത്താണ്? കോട്ടയത്ത് ഏത് ഭാഗം? എന്റെ എല്ലാ ഭാഗവും കോട്ടയത്താ ജനിച്ചത്. ഏത് ഭാഗം, പഞ്ചായത്ത് ഏതാ, വില്ലേജ് ഏതാ, നിനക്ക് എന്നൊക്കെ അറിയണ്ടേ? അമ്മച്ചിക്ക് എത്ര മക്കളാ? എനിക്ക് 8 മക്കളാ. 8 മക്കളോ? നിന്റെ ഹോ കേട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം നീയാ പ്രസവിച്ചതെന്ന് തോന്നൂല്ലോ. അല്ല, അമ്മച്ചി പ്രസവിച്ചത് തന്നെയാണോ 8 മക്കള്? ഇല്ലടാ, ഞാൻ 2 എണ്ണത്തിനെ മുട്ടയിട്ട് വിരിയിക്കുമായിരുന്നു. അമ്മച്ചിനകത്ത് ഏതെങ്കിലും സിസേറിയൻ ആയിരുന്നു? സിസേറിയന്റെ ഒന്നുമില്ല, എല്ലാം എന്റെ കെട്ടിയോ വർക്കിച്ചന്റേതാ. ഏതായി സിസേറിയൻ? അവനേതാ? എനിക്ക് അറിയത് പോലില്ല. ഈ വേണുവൊക്കെ കേട്ട എന്നാ വിചാരിക്കും? ഇല്ലടാ, അങ്ങനെയല്ല. അല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അമ്മച്ചി ഭയങ്കര ഉപദേശത്തിനാണ്, ഒരുപാട് വൈറലായ അമ്മച്ചി, അതുകൊണ്ട് മാത്രം ചോദിക്കുകയാണ്. അമ്മച്ചി, ഈ ആദ്യ രാത്രിയും അവസാന രാത്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നല്ലൊരു ചോദ്യം. ഇവിടെ തന്നെ കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരും ഇനിയും കെട്ടണം എന്നുള്ള ആഗ്രഹത്തിലൊക്കെ നിൽക്കുകയാണ്. മോൻ കല്യാണം കഴിച്ചു? ഞാൻ കഴിച്ചില്ല. ഇത്രയും പ്രായമായിട്ട്? അത് എന്റെ സങ്കല്പത്തിന് പെങ്കൊച്ചിനെ കണ്ടില്ല അമ്മച്ചി. ഇത്രയും പെൺപിള്ളേർ നിന്റെ സങ്കല്പനാന്ന് പറ. എന്റെ സങ്കല്പത്തിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഈ പെങ്കൊച്ചിന്റെ കവിളൊക്കെ നല്ല തക്കാളി കവിളുകളായിരിക്കണം, കണ്ണൊക്കെ നല്ല കത്രിക്ക പോലെ ഇരിക്കണം, ചുണ്ടൊക്കെ നല്ല പഴുത്ത കോവയ്ക്ക പോലെ ഇരിക്കണം, പിന്നെ കൈവിരലൊക്കെ നല്ല മുരിങ്ങക്കോല് പോലെ ഇരിക്കണം, പിന്നെ കയ്യും കാലും ഒക്കെ നല്ല പടവലങ്ങ പോലെ ഇരിക്കണം. ഇവന് പെണ്ണിനെ അല്ല വേണ്ടത്, 100 രൂപയുടെ സാമ്പാറിന്റെ കിറ്റാ വേണ്ടത്. അല്ല, ഈ ആദ്യ രാത്രിയും അവസാന രാത്രി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു രാത്രി 8:30 സമയത്ത് നമ്മുടെ ബെഡ്റൂമിലേക്ക് ചെല്ലും. നമ്മൾ കിടക്കുന്ന ബെഡ് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടാവും. നമ്മൾ അതിന്റെ മുകളിൽ കയറി കിടക്കുന്നു. ഇതാണ് ആദ്യ രാത്രി. അവസാന രാത്രി എന്ന് പറഞ്ഞാൽ നമ്മളെ ആരോ ബെഡിൽ കിടത്തുന്നു, നമ്മുടെ നെഞ്ചത്തോട്ട് കൊണ്ട് പൂക്കൾ ഇടുന്നു. അതാണ് അവസാന രാത്രി. അമ്മച്ചി, ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ശേഷം വന്നപ്പോൾ തൊട്ട് ഞങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയ കാര്യമാണ്. അവിടെ എവിടെയൊക്കെ ഉള്ളെങ്കിൽ അമ്മച്ചിയുടെ മുടി മൊത്തം കറുത്തതാണ്. ഇവിടെ കയറി വന്ന ചേച്ചിയുടെ മുടി കറുത്താണ്, ഒരുമാതിരി ആന്റിമാരുടെ എല്ലാം മുടി കറുത്താണ്. ഇവിടെ ഇതുണ്ടല്ലോ മിടുക്കിയായിട്ടിരിക്കുന്നത്. പ്രായം എന്നാ ഉണ്ടെന്ന് ചോദിച്ചു നോക്ക്. ആ മുടിയൊന്നും നരച്ചിട്ടില്ല. എന്നാന്ന് വെച്ചാൽ നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണ തേച്ച് കുളിച്ചാൽ മതിയാ. ആണോ? അതെ, ഞാൻ വന്നപ്പോഴേ ചോദിക്കാൻ ഇതിനകത്ത് എന്തോ ഒരു രഹസ്യമുണ്ട്. ഈ താളി ഇട്ട് കുളിക്കുന്നതാണോ ഷാമ്പു ഇട്ട് കുളിക്കുന്നതാണോ നല്ലത്? കുളിമുറിയുടെ കുറ്റി ഇട്ട് കുളിക്കുന്ന നല്ലത്. അയ്യോ അമ്മച്ചി, ഞാൻ വന്നപ്പോ തൊട്ട് കാര്യം പറയുന്നത്, ഈ അമ്മച്ചി കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 49ാമത്തെ വർഷം. എത്ര? 49 വർഷം. അമ്മച്ചിയുടെ ഭർത്താവിന്റെ പേരെന്നാ? വർക്കിച്ചൻ. നല്ല പേരാണല്ലോ. അമ്മച്ചി കല്യാണം കഴിഞ്ഞിട്ട് 49 വർഷമായി. ഇത്ര 49 വർഷത്തിനിടയ്ക്ക് അമ്മച്ചിയുടെ ഭർത്താവിന് എന്തെങ്കിലും സമ്മാനം കൊടുത്തിട്ടുണ്ടോ? ഇന്ന് ഞങ്ങളുടെ കല്യാണ ദിവസം, വെഡിങ് ഡേ. ഇന്നാ? ഞാൻ ഒട്ടും പഠിച്ചില്ല. വരുന്ന വഴിക്ക് കോഴിക്കോട് നിന്ന് കല്യാൺ സെൽസിന്ന് 15,000 രൂപയുടെ ഒരു മുണ്ടും ചുവയും കിട്ടും. 15,000 രൂപയുടെ മുണ്ടും ചുവയും. ഭർത്താവ് പറഞ്ഞില്ലേ? ആ കടക്കാർ അറിഞ്ഞിട്ടില്ല, പിന്നെ ഭർത്താവ് അറിയുന്നേ. ഒരു കാര്യം, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വിളിക്കുക. അല്ല, പുള്ളി മെഡിക്കൽ കോളേജിലാണ്. ഡോക്ടറാണോ? ഡോക്ടർ അല്ല, പിന്നെ പുള്ളി പെൺപിള്ളേരുടെ അടി കിട്ടിയിട്ട് മെഡിക്കൽ കോളേജ് കിടക്കുക. കുടുംബശ്രീ പെണ്ണുങ്ങൾ അടി കൊടുത്തിടാ. അതെന്നാ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇന്ന് രാവിലെ പുള്ളി വീടിന്റെ മുറ്റത്തുള്ള ആ കിണറ്റുകരയിൽ ഒറ്റത്തോർത്തും കൊണ്ടെടുത്ത് കുളിക്കുവാൻ. കുടുംബശ്രീ പെണ്ണുങ്ങൾ മീറ്റിംഗ് കൂടാൻ വേണ്ടി കയറി വന്നപ്പോൾ ഇതുങ്ങളെ കയറി വന്നപ്പോൾ പുള്ളി അങ്ങോട്ട് മനസ്സ് സംഭവിച്ച് ഈ ഉടുതുണി പോക്കി മുഖം ഒന്ന് മറച്ചതാ. എടുത്തിട്ട് അടിച്ചപ്പോ മെഡിക്കൽ കോളേജ് കയ്യും കാലും ഓടിച്ചു. എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ഒരു കോമഡി സ്കിറ്റിന്റെ കാര്യം, ഞങ്ങളുടെ ഒരു സന്തോഷ ദിവസമാണ്. ഞങ്ങൾ എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടാനും സന്തോഷിക്കാനും ലയൺസ് ക്ലബ്ബ് സംഘടിപ്പിച്ച പരിപാടി. ഞാൻ 2 വാക്ക് പറഞ്ഞിട്ട് വേണുമോനെ, ഞാൻ 2 വാക്കുള്ളൂ. അത് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് 2 വാക്കുള്ളൂ. ഇവര് 2 വാക്ക്. പ്രിയമുള്ള നാട്ടുകാർക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള ഇവിടെ ഇരിക്കുന്ന എന്റെ ഭർത്താവിന്റെ ഭാര്യമാര്, എന്റെ പൊന്ന ദൈവത്തെ നന്നായിട്ട് സംസാരിച്ചു. ഇനി പുറകിരുന്ന് ഒച്ച വെക്കുമ്പോഴേ തെറ്റിപ്പോകുന്നത്. പറയട്ടെ, സമാധാനം താവുന്നു. ഒരു സമാധാനം തന്നില്ല, ക്ഷമ താടാവുന്നു. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഭാരതം. എനിക്ക് പറയാനുള്ളത് തീർന്നിട്ടില്ല. താജ്മഹൽ ചക്രവർത്തിക്ക് വേണ്ടി മുംതാസ് പണിതീർത്തതല്ലേ ഷാജഹാൻ? അല്ലേ? എടാ, ഈ വീണാ സാമ്രാജ്യം കത്തിയെറിഞ്ഞപ്പോ റോമ വായിച്ചത് ആരാ? IM വിജയൻ. ബ്രൂസ്ലിയെ നാട് കടത്തിയത് ആരായിരുന്നു? സുരേഷ് ഗോപി. എനിക്ക് വട്ടാന്ന് പറഞ്ഞത് ആരാ? സന്തോഷ് പണ്ഡിറ്റ്. എന്നതാ? അയ്യോ, എന്തോ ഈ മനുഷ്യനെ കാണിക്കുന്നത്? എടാ, ഇത്ര ആൾക്കാരുടെ മുന്നോട്ട് ഓടിക്കല്ലോ. കാലും പാടില്ല, തീ അങ്ങോട്ടായി ഓടിക്കുന്നേ. കെട്ടിപ്പിടിച്ചോടാ, കെട്ടിപ്പിടിച്ച രക്ഷിക്കലാ. കെട്ടിപ്പിടിച്ചോ, രക്ഷിച്ചോ, കെട്ടിപ്പിടിച്ചോ.
ഈ സംഘാടകരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടല്ലേ? അവര് നിൽക്കുന്നതിന് ഞാനിവിടെ മാന്യമായിട്ടല്ലേ വർത്താനം പറഞ്ഞു. അതിന് മാത്രം കിടന്ന് ഒച്ച ബഹളം ഉണ്ടാക്കി. ആ പ്രായം ചെന്നവര് കയറി വരുമ്പോ തെറ്റിപ്പോവും. കെട്ടിപ്പിടിച്ചോ. എന്നാ ഉണ്ട് വിശേഷം? സുഖമാണോ? സുഖം, വളരെ സുഖം. ആ ഇപ്പൊ ചെറിയ സുഖം ഉണ്ടെന്ന് എനിക്കറിയാം അല്ലേ? എടോവേ നിന്റെ പോസ്റ്റ് ഓഫീസ് അടച്ചു വെച്ചേ. തല്ലും കൊള്ളാതൊക്കെ കാണണമെന്ന് പറഞ്ഞാല് ഇവന് ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഇവനെ ഇങ്ങനെ ഓടിക്കാന്ന് പറഞ്ഞ ഒരു മര്യാദയാണോ കുഞ്ഞെ? നമ്മുടെ സുൽത്താൻബത്തേക്കാരുടെ സംസ്കാരം വെച്ചിട്ട് ഇവന്റെ ഒറ്റ അടിയാ കൊടുക്കണ്ടേ? പക്ഷെ നമ്മളത് ചെയ്യത്തില്ല. കാരണം നമുക്ക് മാന്യതയുണ്ട്, വിവേകമുണ്ട്. ഞങ്ങൾ ഇവിടെ ഒരു പരിപാടി. നീ ഒന്നും പറയണ്ട. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ പറയുന്ന ഒരു താരത്തെ നീ ഇവരുടെ മുന്നിൽ അവതരിപ്പിച്ച് കാണിച്ചാൽ അത് കൊള്ളാമെങ്കിൽ ഇവര് മാന്യമായിട്ട് കൈയടിക്കും, മോശമാകുവാണെങ്കിൽ നിന്നിക്കിട്ട് ഇടിച്ചു തരുകയും ചെയ്യും. എന്തേ വേണുവേ, എന്റെ കൂടെ നിന്നോണം മോനെ, നന്നാകുവാണെങ്കിൽ കൈയടിച്ചോണം, മോശമാകുവാണെങ്കിൽ ഏത് താരത്തെയാണ്? എനിക്ക് നീ സുരേഷ് ഗോപിനെ കാണിച്ചു. സുരേഷ് ഗോപി സിമ്പിൾ അല്ലേ? ചിരിയുണ്ടല്ലോ. ചിരി അത് എല്ലാവർക്കും അറിയാടാ. പിന്നെ സുരേഷ് ഗോപി ഇങ്ങനെയൊക്കെ പറയുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ സുരേഷ് ഗോപി വന്നിട്ട് ഒരു ഡാൻസ് കളിക്കണം. ഏതാ? സുരേഷ് ഗോപിയെ പോലെ തോന്നത്തക്ക രീതിയിൽ ഒരു ഡാൻസ് കളിച്ച് ഈ നാട്ടുകാർ കൈയടിച്ചാൽ നിനക്ക് വെറുതെ ഇവനെ എങ്ങോട്ട് അലഞ്ഞു നടക്കുന്നേ? കീ കൊടുത്ത് വിട്ടേക്കുവാണല്ലോ ഇവനെ. ഞാൻ സുരേഷ് ഗോപിയുടെ ഡാൻസ് കളിക്കണം. നീ സുരേഷ് ഗോപിയുടെ കാണിച്ച കൊള്ളാങ്കിൽ വേണുവേ, എന്റെ പൊന്നുമോൻ എന്റെ കൂടെ നിന്നോണം കേട്ടോ. മോശമാവുകയാണെ സാറേ, സുഖമാണോ? നല്ല സ്റ്റൈല് പതക്കം എനിക്ക് തരുവാണോ? കൊള്ളാൻ കേട്ടോ, നന്നായിട്ടുണ്ട് അല്ലേ? നന്നായിട്ട് അല്ലേ? കൊള്ളാൻ കേട്ടോ. സുഖമാണോ? മധുമാസം വിരിയണ വിരിയണ മരമാകെ കുളിരണ കുളിരണ തില്ലാന മധുമാസം വിരിയണ വിരിയണ മനമാകെ കുളിരണ കുളിരണ തില്ലാന ഉടലാകെ പൊരിയണ പൊരിയണ പുതുമഞ്ഞും കുഴയണ കുഴയണ തില്ലാന തോണിപ്പാട്ടിൻ തീരത്ത് വീണുറങ്ങും നേരത്ത് ആരാരോ തരിവളയിട്ടു അറിയാതൻ കരളിൽ തൊട്ടു ഞാനാ നീല കണ്ണിൽ മിന്നും താരപ്പൂമുത്ത് അവളൊരു താരം പൂമുത്ത് അഴകിന് സിന്ദൂര പൊട്ട് മധുമാസം വിരിയണ വിരിയണ മനമാകെ കുളിരണ കുളിരണ. താങ്ക് യു. നിങ്ങളുടെ മനസ്സിനെ എവിടെയെങ്കിലും ഒരു സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിന് ഇത്തിരിയെങ്കിലും കുളിര് തരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം നൽകിയ വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. ലയൺസ് ക്ലബിൻ്റെ ഈ സ്നേഹ കൂട്ടായ്മയിൽ ലോകം മുഴുവനുള്ള മലയാളികളുടെ പ്രാർത്ഥനയും സ്നേഹവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ സ്വീകരണമുറിയിൽ ഞങ്ങൾ ചിരിപ്പിക്കാൻ വരുന്ന ആൾക്കാരാണ്. ആ വലിയ സ്നേഹമാണ് ഇന്ന് നിങ്ങളെ നേരിട്ട് കാണാനായിട്ട് ഇവിടെ എത്തിച്ചത്. എന്നും ദൈവം കൂടെ ഉണ്ടാകട്ടെ. ഒരു പുതുജീവൻ, പുതു എനർജി എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 1000 നന്ദി. താങ്ക് യു. ഓക്കെ, താങ്ക് യു ജോബി. നല്ലൊരു കൈയടി ജോബി പാലായം ടീമിന്. ഓക്കെ, അടിപൊളി. താങ്ക് യു.